നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. മിഥുനം രാശിയിൽ ജനിച്ച വ്യക്തികൾക്കായി വളരെ പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. 2026 വർഷത്തിലെ ആദ്യത്തെ ഏതാനും മാസങ്ങൾ ഇപ്പോൾ കടന്നുപോയിരിക്കുന്നു. എന്നാൽ ഈ വർഷത്തിന്റെ ബാക്കി പകുതി, അതായത് 2026 ജൂലൈ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടം മിഥുനം രാശിക്കാർക്ക് എന്തുകൊണ്ടാണ് വളരെ സവിശേഷവും സമാനതകളില്ലാത്തതുമായി മാറുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഈ 6 മാസങ്ങൾക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. ഈ കാലയളവിലാണ് കർമ്മഫലദാതാവായ ശനിദേവനും അതിനോടൊപ്പം ദേവന്മാരുടെ ഗുരുവായി കണക്കാക്കുന്ന വ്യാഴവും തങ്ങളുടെ രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നത്. ഇതിനു പുറമെ നവഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ഓരോ മാസവും രാശി മാറുകയും ഊർജത്തിന്റെ പ്രതീകമായ ചൊവ്വ അതിന്റെ സ്ഥാനങ്ങളിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു. ഈ ഗ്രഹങ്ങളുടെയെല്ലാം മാറ്റങ്ങൾ മിഥുനം രാശിക്കാരുടെ ജീവിതത്തിൽ വലിയൊരു പോസിറ്റീവ് മാറ്റത്തിന് വഴിതെളിക്കും. കാരണം നിങ്ങളുടെ രാശാധിപനായ ബുധനും ഭാഗ്യവും വിദ്യയും നൽകുന്ന ശുക്രനും ഊർജം നൽകുന്ന സൂര്യനുമെല്ലാം നിങ്ങളുടെ ജാതകത്തിലെ അനുകൂലമായ ഭാവങ്ങളിലൂടെയാണ് ഈ സമയത്ത് സഞ്ചരിക്കുന്നത്. ഈ ഗ്രഹങ്ങളുടെ സവിശേഷമായ സഞ്ചാരം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളാണ് നൽകുക എന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഈ പ്രവചനങ്ങൾ നിങ്ങളുടെ ജന്മരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നിങ്ങളുടെ രാശിയുടെ 1-ാം ഭാവത്തിലാണ്, അതായത് ജന്മരാശിയിലാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. സൂര്യൻ ഓരോ മാസവും രാശി മാറുന്നതിനാൽ ജൂലൈ 16 വരെ മാത്രമേ ഈ സ്ഥാനത്ത് തുടരുകയുള്ളൂ. അത് കഴിഞ്ഞ് ജൂലൈ 16 മുതൽ ആഗസ്റ്റ് 16 വരെയുള്ള സമയത്ത് സൂര്യൻ നിങ്ങളുടെ 2-ാം ഭാവത്തിലേക്ക് മാറുന്നു. ഇനി നിങ്ങളുടെ 2-ാം ഭാവത്തിലേക്ക് നോക്കിയാൽ അവിടെ ശുക്രൻ, വ്യാഴം, ബുധൻ എന്നീ 3 പ്രധാന ഗ്രഹങ്ങളുടെ സാന്നിധ്യം കാണാം. നിങ്ങളുടെ ജാതകത്തിലെ 3-ാം ഭാവത്തിൽ കേതുവും 9-ാം ഭാവത്തിൽ രാഹുവും നിലകൊള്ളുന്നു. തൊഴിലിന്റെയും കർമ്മത്തിന്റെയും ഭാവമായ 10-ാം ഭാവത്തിലാണ് ശനിദേവന്റെ സ്ഥാനം. കൂടാതെ 12-ാം ഭാവത്തിൽ ചൊവ്വയും സ്ഥിതി ചെയ്യുന്നു. മിഥുനം രാശിക്കാരായ നിങ്ങൾക്ക് ഈ സമയത്ത് 7.5 ശനിയോ അഷ്ടമശനിയോ ഇല്ല എന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ജൂലൈ 16 മുൻപ് സൂര്യൻ നിങ്ങളുടെ ജന്മരാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ പ്രകടമായേക്കാം. ജ്യോതിഷത്തിൽ സൂര്യൻ എന്നത് അഗ്നിതത്വമുള്ള ഒരു ഗ്രഹമാണ്. ഈ അഗ്നിഗ്രഹം നിങ്ങളുടെ 1-ാം ഭാവമായ വായുതത്വത്തിൽ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പെട്ടെന്ന് ദേഷ്യം വരാനും അഗ്രസീവ് ആകാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ നിങ്ങളുടെ കോപത്തെ പരമാവധി നിയന്ത്രിച്ചു നിർത്താൻ ശ്രദ്ധിക്കണം. ജൂലൈ 16 കഴിഞ്ഞാലും സൂര്യൻ നിങ്ങളുടെ 2-ാം ഭാവമായ ജലതത്വത്തിലായിരിക്കും നിൽക്കുക. ഈ സമയത്തും ദേഷ്യം കാരണം നിങ്ങളുടെ കുടുംബത്തിലോ സഹോദരങ്ങളുമായോ സുഹൃത്തുക്കളുമായോ ഉള്ള ബന്ധങ്ങളിൽ പെട്ടെന്ന് അസ്വാരസ്യങ്ങളോ ചെറിയ തർക്കങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. എന്നാൽ ആഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള കാലയളവിൽ സൂര്യൻ തന്റെ സ്വന്തം വീടായ 3-ാം ഭാവത്തിലേക്ക് അഥവാ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കാര്യങ്ങൾ തികച്ചും അനുകൂലമായി മാറും. വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഊർജം നിറക്കും. ഈ സമയത്ത് നിങ്ങളുടെ ആത്മവിശ്വാസം, ശാരീരികവും മാനസികവുമായ കരുത്ത്, ധൈര്യം എന്നിവ വളരെയധികം വർദ്ധിക്കും. നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളോട് പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുറത്തിറങ്ങി കഠിനാധ്വാനം ചെയ്യാനും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയെടുക്കാനും പ്രേരിപ്പിക്കും. നിങ്ങളുടെ രാശിനാഥനായ ബുധൻ 2-ാം ഭാവത്തിൽ നിൽക്കുന്നതും ചൊവ്വ 12-ലും രാഹു 9-ലും നിൽക്കുന്നതും നിങ്ങളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. പൊതുവെ പറയുകയാണെങ്കിൽ ഈ 6 മാസ കാലയളവിൽ മിഥുന രാശിക്കാർക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ രോഗങ്ങളോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഓഗസ്റ്റ് 3 ചൊവ്വ നിങ്ങളുടെ അനുകൂല സ്ഥാനത്തേക്ക് മാറുന്നതാണ്. എങ്കിലും കർമ്മഭാവത്തിൽ നിൽക്കുന്ന ശനി നിങ്ങളുടെ 12-ാം ഭാവത്തെയും 4, 7 ഭാവങ്ങളെയും വീക്ഷിക്കുന്നതിനാൽ ചില ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കാലുകളിൽ പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടുക, കണങ്കാലുകളിലോ മുട്ടുകളിലോ ചെറിയ രീതിയിലുള്ള വേദനകൾ വരിക എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ ഇതൊന്നും വലിയ രോഗങ്ങളായി മാറില്ല. വളരെ ചെറിയ അസ്വസ്ഥതകൾ മാത്രമായിരിക്കും.
മൊത്തത്തിൽ നിങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം 2ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ ഉപജീവനമാർഗം സംസാരവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, ഉദാഹരണത്തിന് മാർക്കറ്റിംഗ്, HR, പബ്ലിക് റിലേഷൻസ്, അധ്യാപകർ, കൗൺസിലർമാർ, ഡോക്ടർമാർ തുടങ്ങിയതാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാലയളവ് അതീവ ശുഭകരമായിരിക്കും. നിങ്ങളുടെ സംസാര ചാതുര്യം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനും ബിസിനസ്സിൽ വലിയ വളർച്ച കൈവരിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഈ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ നേതൃപാടവവും മാനേജ്മെന്റ് കഴിവുകളും വളരെയധികം വർദ്ധിക്കും. വ്യാഴം വരും മാസങ്ങളിൽ, അതായത് നവംബർ വരെ നിങ്ങളുടെ 2ാം ഭാവത്തിൽ തന്നെ തുടരുന്നതിനാൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് വലിയ അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും. അതുകൊണ്ട് കരിയറിന്റെ കാര്യത്തിൽ യാതൊരുവിധ ആശങ്കകളും കൂടാതെ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ടു പോകാം. നിങ്ങളുടെ പരീക്ഷകൾ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം സെപ്റ്റംബർ 3 ശുക്രൻ നിങ്ങളുടെ 5ാം ഭാവത്തിലേക്ക് അഥവാ വിദ്യാഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 5ാം ഭാവത്തിലെ ശുക്രന്റെ ഈ സഞ്ചാരം പഠനകാര്യങ്ങളിൽ നിങ്ങൾക്ക് വലിയ പുരോഗതി നൽകും. മുൻപ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തവർക്ക് പോലും ഈ സമയം കൂടുതൽ മാർക്ക് വാങ്ങാനും പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനും സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ 2 മാസങ്ങൾ സുവർണാവസരമാണ്. മിഥുന രാശിക്കാരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ 7ാം ഭാവത്തിന്റെ അഥവാ വിവാഹഭാവത്തിന്റെ നാഥൻ വ്യാഴമാണ്. വ്യാഴം ഇപ്പോൾ നിങ്ങളുടെ കുടുംബഭാവമായ 2ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇതിന്റെ ഫലമായി നിങ്ങളുടെ പങ്കാളിയുടെ ജീവിതത്തിൽ വലിയ പുരോഗതിയോ മാറ്റങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ പുതിയ എന്തെങ്കിലും ബിസിനസ്സോ ജോലിയോ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ അതിനായുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടാകാം. വരാനിരിക്കുന്ന നവംബർ മാസത്തിനുള്ളിൽ നിങ്ങളുടെ പങ്കാളിക്ക് പുതിയൊരു തൊഴിൽ മേഖല കണ്ടെത്താൻ സാധിക്കും. നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങളോ സന്തോഷ വാർത്തകളോ ഈ സമയം പ്രതീക്ഷിക്കാം. 2ാം ഭാവം എന്നത് കുടുംബത്തിന്റെ ഭാവമായതിനാൽ അവിടെ വ്യാഴം നിൽക്കുന്നത് കുട്ടികളുണ്ടാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. നവംബർ മാസം വരെയുള്ള കാലയളവിൽ കുട്ടികൾക്കായി ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. കൂടാതെ കുടുംബത്തിൽ പുതിയൊരംഗം കടന്നു വരുന്നതിലൂടെ സമാധാനവും സന്തോഷവും വർദ്ധിക്കും. വളരെ കാലമായി നിങ്ങളെ സന്ദർശിക്കാൻ കഴിയാതിരുന്ന ദൂരെയുള്ള ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഈ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ അതിഥികളായി എത്തിച്ചേരും. കുടുംബാംഗങ്ങളുമായി ഒത്തുചേരലുകൾ ഉണ്ടാകും. നിങ്ങളുടെ പങ്കാളി നൽകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഈ സമയത്ത് നിങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കണം. കാരണം അവരുടെ വാക്കുകൾ കേട്ട് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. വിവാഹ ജീവിതം മൊത്തത്തിൽ സമാധാനപരമായിരിക്കും. നിങ്ങളുടെ തൊഴിൽ ഭാവമായ 10ാം ഭാവത്തിൽ ശനിദേവൻ നിലകൊള്ളുകയും വ്യാഴം 2ാം ഭാവത്തിൽ നിന്ന് 10ാം ഭാവത്തെ വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കരിയറിന്റെ കാര്യത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി, പ്രത്യേകിച്ച് 2025 മാർച്ചിന് ശേഷം നിങ്ങളുടെ ജോലി സ്ഥലത്തോ ബിസിനസ്സിലോ വലിയ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും വർദ്ധിച്ചിട്ടുണ്ടാകാം. ഒന്നിനു പുറകെ ഒന്നായി ജോലികൾ ചെയ്യേണ്ടി വരുന്നത് കാരണം നിങ്ങൾ വളരെ തിരക്കുള്ളവരായി മാറിയിട്ടുണ്ടാകാം. ചിലപ്പോൾ ജോലിയുടെ തിരക്ക് കാരണം കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ പോലും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാകില്ല. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ കരിയർ മാറ്റങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ശക്തമാകും. പുതിയ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണോ, ജോലി മാറണോ എന്നെല്ലാം നിങ്ങൾ ചിന്തിക്കും. 2027 ജൂൺ മാസം വരെ ശനി ഈ ഭാവത്തിൽ തുടരുന്നതിനാൽ ഈ കാലയളവിൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായ സ്ഥലമാറ്റങ്ങൾ, താമസം മാറേണ്ടി വരിക, അല്ലെങ്കിൽ വിദേശത്തോ മറ്റ് സംസ്ഥാനങ്ങളിലോ ജോലി ചെയ്യേണ്ടി വരിക തുടങ്ങിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും വ്യാഴത്തിന്റെ ശുഭദൃഷ്ടിയുള്ളതിനാൽ നവംബർ മാസത്തിന് മുൻപായി നിങ്ങൾക്ക് ജോലിയിൽ വലിയ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ലഭിക്കാൻ വലിയ സാധ്യതയുണ്ട്. ഭാഗ്യസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് കൊണ്ട് ഡിസംബർ 6 വരെ ധൃതി പിടിച്ച് യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളോ വലിയ ബിസിനസ് കരാറുകളോ ഒപ്പുവെക്കരുത്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. അങ്ങനെ ചെയ്താൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. ദിവസവും രാവിലെ വിഷ്ണു സഹസ്രനാമം ഭക്തിപൂർവം പാരായണം ചെയ്യുക.
ഇത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മൊബൈലിലോ മറ്റോ വിഷ്ണു സഹസ്രനാമം കേൾക്കാവുന്നതാണ്. ഇത് കുടുംബത്തിൽ ഐശ്വര്യം നൽകും. നിങ്ങളുടെ രാശിനാഥനായ ബുധന്റെ പ്രീതിക്കായി ബുധസ്തോത്രം ദിവസവും 108 തവണ ജപിക്കുക. ഇത് ബുദ്ധിയും തൊഴിൽ വിജയവും നൽകും. ദിവസവും ഹനുമാനെ ഭജിക്കുന്നത് ശനി രാഹുദോഷങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. മിഥുനൻ രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.